ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകാറട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിൽ ഇരിപ്പാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം നമുക്ക് വായിക്കുവാനും ധ്യാനിക്കുവാനും ധാരാളമായി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നാം അത് പഠിച്ചെന്തെങ്കിലുമൊക്കെ ആകുന്നതിനേക്കാൾ അധികമായി മനുഷ്യൻ്റെ ജീവിതം വ്യതിയാനപ്പെടുത്തുവാനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നതെന്ന് D.L. മൂഡി പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതും ഈ ലോക ജീവിതത്തിൽ നമുക്ക് സ്വർഗീയ ശാന്തിയും സമാധാനവും തന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരിക്കുവാനുമുള്ള കൃപയും ശക്തിയും നിറവും നൽകുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ വചനം. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. കുരിശിലെ 7 മൊഴികളിൽ അവസാനത്തെ തിരുമൊഴിയാണ് ദൈവത്തിൻ്റെ സ്തോത്രം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു എന്നാണ് നാം വായിച്ചത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപിക്ക് വേണ്ടി മരിക്കുവാനാണ്. പാപിക്ക് വേണ്ടി തൻ്റെ കുറ്റമില്ലാത്ത രക്തം കാൽവറിയിൽ ചൊരിയുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതെന്ന്. യേശു കുരിശിൽ കിടന്ന് ഉറക്കെ നിലവിളിച്ചു എന്ന് തിരുവചനത്തിൽ മറ്റ് വേദഭാഗങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50-ഉം മർക്കോസിൻ്റെ സുവിശേഷം 15-ന്റെ 37-ഉം ലൂക്കോസ് 23-ന്റെ 46-ലും ഇതേ ഭാഗം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഉറക്കെ നിലവിളിച്ചു. യേശു കുരിശിൽ കിടന്ന് നിലവിളിച്ച് തൻ്റെ പ്രാണനെ വിട്ടു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവർ യേശുക്രിസ്തു ക്രൂശിൽ അവസാനമായി അതിവേദനയോടെ ദുഃഖത്തോടെ നിലവിളിച്ച് പ്രാണനെ വിടുവാൻ കാരണം? 2 വിധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, യേശുക്രിസ്തു ഒരു ദൈവമാണെങ്കിലും അവൻ മനുഷ്യനായി ശരീരത്തിൽ അവതരിച്ചതുകൊണ്ട് ആ സമയത്തെ വേദനകളെല്ലാം സഹിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നിരിക്കണം. ഒന്ന്, അവിടെ തന്നെ നാം വായിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് ഉറക്കെ നിലവിളിച്ച് ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ,
നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, മനുഷ്യവർഗത്തിൻ്റെ പാപം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധം പുത്രന് നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തു കരഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം കേവലം പിതാവിൻ്റെ സാന്നിധ്യവും ആ ബന്ധവും നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഒരു മനുഷ്യനായി യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട യേശു ക്രിസ്തു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു, ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് നിലവിളിക്കുവാനുണ്ടായ കാരണം? നമ്മുടെ ഓരോരുത്തരുടെയും പാപം വഹിച്ച് കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവൻ പാപമേറ്റപ്പോൾ അവൻ അലറി കരയുകയാണ്. ദൈവമക്കളെ, നാം ഇന്ന് ക്രിസ്തീയ സഭകളിലാണെങ്കിൽ കൂട്ടായ്മകളിലാണ്, ഭക്തന്മാരാണ്, വിശ്വാസികളാണെന്നെല്ലാം അഭിമാനിക്കുന്നുണ്ടെന്നാൽ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നും അവിടുത്തെ തിരുരക്തം കാൽവറിയിൽ എനിക്ക് വേണ്ടിയാണ് ചിന്തിയതെന്നും എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതെന്നുമുള്ള ആ യഥാർത്ഥമായ ആ സത്യമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. അനേകർക്കും ഇന്ന് യേശു വന്നു, യേശു കുരിശിൽ മരിച്ചു, പാപിയുടെ രക്ഷകനാണ് എന്നെല്ലാം അറിയാം. നാം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ നമുക്കറിയാം. എന്നാൽ ദൈവമക്കളെ, ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നൊരു ചോദ്യമാണ്, യേശു ക്രിസ്തു കാൽവറിയിൽ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ പ്രാണനെ നിലവിളിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമക്കളെ, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ജീവിതത്തിൽ അനുഭവം ലഭിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു കുരിശിൽ യാഗമായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ലഭിച്ചു എന്ന്, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ചു എന്ന്, എനിക്ക് പാപക്ഷമ ലഭിച്ചു എന്ന്, എനിക്ക് സമാധാനം ലഭിച്ചു എന്ന്, എനിക്ക് മാനസാന്തരം ലഭിച്ചു എന്ന്, എനിക്ക് പാപത്തിൻ്റെ മേൽ ജയം ലഭിച്ചു എന്ന് നമുക്കിന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ച് നോക്കണം. നമുക്ക് വായിക്കാം, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം വായിക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, മനുഷ്യപുത്രൻ യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യേശുക്രിസ്തു വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, പിന്നെയോ അവൻ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ, തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. ദൈവത്തിന് സ്തോത്രം. പാപിയായ മനുഷ്യന് വേണ്ടി പ്രിയപ്പെട്ട കുറ്റമില്ലാത്ത രക്തം കാൽവറിയിൽ മറുവില കൊടുക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതെന്ന് യോഹന്നാൻ 10:18 നമുക്ക് ചേർത്ത് വായിക്കാം. അവിടെയും അത് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് വായിക്കാം. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. കർത്താവ് പറയാണ്, ആരും അതിനെ, എൻ്റെ ജീവനെ ആരും അതിനെ എന്നോട് എടുത്തു കളയുകയില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, എൻ്റെ ജീവനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്, അതിനെ വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്ന് യേശുക്രിസ്തു പറയുകയാണ്. എന്നെ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചിരിക്കുന്നത് എൻ്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ എടുക്കുവാനുമുള്ള അധികാരമുള്ളവനായിട്ടാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി അവൻ അതിവേദനയോടെ ആ കുരിശുമരണം ഏറ്റു. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വേണ്ടി അതിവേദനയോടെ അവൻ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു എന്ന്. കർത്താവായ യേശുക്രിസ്തു ഉറക്കെ നിലവിളിച്ച് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശുവിന് ക്രൂശിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കുടിപ്പാൻ പുളിച്ച വീഞ്ഞു കൊടുത്തു എന്നെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കണ്ണിവെണ്ണ കലർക്കിയ വീഞ്ഞു കൊടുത്തു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 69-ാം സങ്കീർത്തനത്തിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവർ എനിക്ക് കുടിപ്പാൻ ചൊറുക്ക തന്നു എന്ന്. ദൈവത്തിൻ്റെ പ്രിയമക്കളെ, യേശു ആ അതിവേദനയുടെ മധ്യത്തിൽ ക്രൂശുമരണത്തിന് മുമ്പ് തന്നെ മുതൽ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ കുരിശിലേറ്റുമ്പോൾ അവൻ്റെ വേദന സഹിക്കുവാൻ, അവൻ അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ശരിയായ ബോധമില്ലാതെ ആ വേദനയെല്ലാം ഏൽക്കുവാൻ അതിനുവേണ്ടിയാണ് ഈ ചൊറുക്കയും ഈ വീഞ്ഞും പ്രിയപ്പെട്ടവരെ കണ്ണിവെണ്ണ കലർത്തിയതും എല്ലാം കൊടുക്കുന്നത്. എന്നാൽ യേശുവോ ആദ്യ സമയങ്ങളിൽ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവനതെല്ലാം നിരസിച്ചു. എന്ത് നാം മനസ്സിലാക്കണം, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഏൽക്കേണ്ട ആ കുരിശിലെ ത്യാഗം
ത്യാഗവും ആ വേദനയുമെല്ലാം സുബോധത്തോടെ സന്തോഷത്തോടെ മനുഷ്യന് വേണ്ടി യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റു അതെല്ലാം അനുഭവിച്ച് കടന്നുപോയി. ദൈവമക്കളെ, വേദന മറച്ച് അബോധാവസ്ഥയിൽ മരിക്കാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പിശാച് യേശുക്രിസ്തുവിനെ ഒരിക്കലും കുരിശിലേക്ക് വിടുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് തന്നെ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയണമെന്ന് സാത്താൻ ആഗ്രഹിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അവൻ മരണവേദനയിലായി, അവൻ്റെ വിസർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളികളായി എന്ന് ഗെത്സമനയിൽ വെച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിലേക്ക് എത്തി. എന്നാൽ അവിടെയും കർത്താവ് ആ വേദന അറിയാതെ മരിക്കാൻ ആഗ്രഹിച്ചില്ല. അതെല്ലാം സഹിച്ച് മരിക്കുവാൻ കർത്താവ് കുരിശിൽ ആ വേദനയെല്ലാം ഏറ്റുവാങ്ങിയെന്ന് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് വായിക്കാം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. പിതാവിനോട് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. പിതാവിനോട് കർത്താവ് പറയുകയാണ്, ദൈവമേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ദൈവമക്കളെ, യേശു അവസാന നാളുകളിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവത്തോട് പറയുകയാണ്, അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന്. എനിക്കൊരു പ്രവൃത്തി തന്ന്, എനിക്കൊരു വേല തന്നാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്. ഞാനത് നിവർത്തിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവർ? മനുഷ്യനറിയാത്ത ആഹാരം യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ദഹിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ആഹാരം. ദൈവമക്കളെ, ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചു വിട്ട ആ ദൗത്യം നിവർത്തിക്കുവാനാണ്, ആ വേല പൂർത്തീകരിക്കുവാനാണ്. യേശു അതാണ് പറഞ്ഞത്, പിതാവേ, നീ തന്നിരിക്കുന്ന ആ ശുശ്രൂഷ, ആ വേല ഞാൻ പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശു നിലവിളിയോടെ കാൽവറിയിൽ തൻ്റെ പ്രാണനെ വിട്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരച്ചിലകറ്റുവാൻ, നമ്മുടെ നരകവേദന അകറ്റുവാൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാതാളം അകറ്റുവാൻ യേശുക്രിസ്തു കുരിശിൽ നമ്മുടെ പാപമെല്ലാം ഏറ്റ് കാൽവറിയിൽ മരിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് സുവിശേഷം കൊണ്ട് പ്രയോജനമുണ്ടോ? യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചില്ലെങ്കിൽ മനുഷ്യനിന്ന് പാപത്തിൻ്റെ മേൽ ജയമുണ്ടോ? പാപം കൂടാതെ ജീവിക്കാൻ കഴിയുമോ? മനുഷ്യന് പാപബോധം ലഭിക്കുമോ? ദൈവമക്കളെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണം കൊണ്ട് ഇന്ന് നമുക്ക് പാപത്തിൻ്റെ മേൽ ജയമുണ്ട്, സമാധാനമുള്ള ജീവിതമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് അനേകരും യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കാതെ പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികളെന്ന പേരും പറഞ്ഞ് കുടുംബകലവും മദ്യപാനവും അശുദ്ധിയും പ്രിയപ്പെട്ടവരെ ലോകത്തിൽ വേണ്ടാദിനത്തിലുമെല്ലാം ജീവിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ദൈവമക്കളെ, അതിൻ്റെ എല്ലാം നടുവിലാണ് യേശുക്രിസ്തു എന്ന സമാധാനം അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ അനീതിയും മദ്യപാനവും കൊള്ളവെപ്പും എല്ലാം ഉള്ള ഈ ലോകത്തിൻ്റെ നടുവിൽ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ മക്കളും ജീവിക്കുന്നത്. ദൈവമക്കളെ, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആ തിരുരക്തത്തിൻ്റെ കൃപയും ശക്തിയും അനുഭവിക്കുന്നവർ ഇതിൽ നിന്നെല്ലാം പ്രിയപ്പെട്ടവരെ തിരുരക്തത്താലും മറഞ്ഞാണ് ജീവിക്കുന്നത്. ഇതൊന്നും തൊടാതെ ഒരു ജീവിതമാണ് ഭക്തൻ്റെ ജീവിതം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കണം, എനിക്കങ്ങനെ ഒരു അനുഭവമുണ്ടോ? എൻ്റെ കുടുംബത്തിലൊരു സമാധാനമുണ്ടോ? എൻ്റെ കുടുംബജീവിതത്തിലൊരു സ്വസ്ഥതയുണ്ടോ? എൻ്റെ മാതാപിതാക്കളുമായുള്ള ജീവിതത്തിലൊരു സ്വസ്ഥതയുണ്ടോ? ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാനൊരു സമാധാനപുത്രനാണോ എന്ന്? യേശുക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലുണ്ടോ? മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്നുണ്ടോ എന്ന്? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട യേശുക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് അതിവേദനയോടെ നിലവിളിച്ച് തൻ്റെ പ്രാണനെ പിതാവിനെ ഏൽപ്പിച്ചു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു മനുഷ്യൻ സമാധാനത്തോടെ മരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് പോയി എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്തിനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ
എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു യാക്കോബ് പിതാവ് തൻ്റെ മക്കളെയെല്ലാം അടുക്കൽ വിളിച്ച് ദൈവം അവരെ എങ്ങനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ മക്കളെക്കുറിച്ച് പറയുന്നത് പോലെയല്ല. ആ ഭാഗമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഒരു അപ്പനാണെന്നുള്ള സ്ഥാനത്ത് നിന്നല്ല, പിന്നെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മക്കളെ ഓരോരുത്തരെയും കുറിച്ച് എന്താണ് കണ്ടിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ അത് കലർപ്പില്ലാതെ പരിശുദ്ധാത്മാവ് യാക്കോബ് പിതാവിൻ്റെ നാവിൽ വരച്ച വാക്കുകൾ തൻ്റെ മക്കളെ എല്ലാവരെയും അറിയിച്ചു. യാക്കോബ് തൻ്റെ മക്കളോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം യാക്കോബ് പറയുകയാണ്, വായിച്ചു ഒന്നുകൂടി. ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്തനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് മുന്നമേ പറഞ്ഞ് മക്കളെ ഏൽപ്പിക്കുകയാണ്, എന്ത്? എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ എന്നെ അടക്കണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ അടക്കാൻ സമയത്ത് വില കൊടുത്തൊരു കല്ലറ വാങ്ങി എന്ന്. ദൈവത്തിന് സ്തോത്രം. ആ മക്പേല ഗുഹയില് അവിടെ എന്നെ അടക്കണം. തുടർന്ന് യാക്കോബ് പറയാണ്, അവിടെ എനിക്ക് മുമ്പ് അവിടെ ആരെയെല്ലാം അടക്കിയിട്ടുണ്ടെന്ന് വായിക്കാം. അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറയെയും അവന്റെ ഭാര്യയായ സാറയെയും ഇസ്ഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. യാക്കോബ് പറയാണ്, അവിടെ എന്റെ ഭാര്യയായ ലേയെയും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. നിലവും അതിലെ ഗുഹയും ഹിത്യരോട് അബ്രഹാം പിതാവ് വിലയ്ക്ക് വാങ്ങിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് പറയുകയാണ്, അവിടെ എൻ്റെ ഭാര്യയായി ലേയും അടക്കിയെന്ന്. ദൈവമക്കളെ ഇത് മനസ്സിലാക്കണം. യാക്കോബ് ഏറ്റവും സ്നേഹിച്ച 14 കൊല്ലം ആട് നോക്കി സമ്പാദിച്ച കണ്ണിന് ശോഭയുണ്ടായിരുന്ന സൗന്ദര്യം ഉണ്ടായിരുന്ന ആ റാഹേലിനെ അവിടെ അടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യാക്കോബ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, എനിക്കിഷ്ടമില്ലാതിരുന്ന, എനിക്ക് സ്നേഹമില്ലാതിരുന്ന, സൗന്ദര്യമില്ലാതിരുന്ന എൻ്റെ ഭാര്യയായ ലേയെ പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കിയെന്ന്, മക്പേല ഗുഹയിൽ അടക്കിയെന്ന്. ദൈവമക്കളെ, ഞാൻ വേദപുസ്തകം വായിക്കുമ്പോഴൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യാക്കോബ് വേദനയോടെ പറഞ്ഞ കാര്യം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. റാഹേലിൻ്റെ 2ാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചുപോയി. അവളെ വഴിയരികിൽ ഒരു കരുവേലകത്തിൻ്റെ ചൂട്ടിൽ കുഴിച്ചിട്ടു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് പറയുമ്പോഴും അത് ചിന്തിക്കുമ്പോഴുമെല്ലാം യാക്കോബിൻ്റെ ഹൃദയത്തിൽ വേദന കാണും. കാരണം യാക്കോബ് ഏറ്റവും സ്നേഹിച്ച, യാക്കോബ് കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതിയ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ആ ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരെ അടക്കിയിരിക്കുന്ന ആ മക്പേല ഗുഹയിൽ എന്നെ അടക്കണം. വായിച്ചോ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽക്കട്ടിലിന്മേലെടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, മക്കളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്തത് എല്ലാവരോടും ആജ്ഞാപിച്ച് തീർന്ന ശേഷം യാക്കോബ് തൻ്റെ കാലെടുത്ത് കട്ടിലിൽ വെച്ച് പ്രാണനെ വിട്ടു, നിത്യതയിലേക്ക് പോയി എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യാക്കോബ് മക്കളെയെല്ലാം ദൈവം കണ്ടതുപോലെ അവരോട് ആജ്ഞാപിച്ച് കഴിഞ്ഞ് കാലെടുത്ത് കട്ടിലിലേക്ക് വെച്ച് സമാധാനത്തോടെ നിത്യതയിൽ ിലേക്ക് മാറ്റപ്പെട്ടു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ശവസംസ്കാര ശുശ്രൂഷയാണ് യാക്കോബിന് കിട്ടിയത്. ദൈവത്തിൻ്റെ സ്തോത്രം. മഹത്വപൂർണമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയും വിശ്വാസവും ഉണ്ടായിരുന്നതിനാൽ ഈജിപ്തിലെ ഗംഭീരമായ ആ കല്ലറകളെ അവഗണിച്ചാണ് യാക്കോബ് എനിക്ക് കനാൻ ദേശത്ത് പ്രിയപ്പെട്ടവരെ മക്പേല ഗുഹയിൽ തന്നെ അടക്കണമെന്ന് തൻ്റെ മക്കളോട് നിർബന്ധമായിട്ടും കൽപ്പിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അഴുകിപ്പോകാത്ത ആ ശവകുടീരങ്ങളുള്ള ആ ദേശത്ത് പാർക്കുമ്പോഴും യാക്കോബിൻ്റെ ഹൃദയം ആ മക്കളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്ത്? എന്നെ ഇവിടെയൊന്നും അടക്കരുത്, എൻ്റെ ശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിവിടെ വെക്കണ്ട, എന്നെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ മക്പേല ഗുഹയിൽ അടക്കണമെന്ന്. എന്താ പ്രിയപ്പെട്ടവരെ ഇന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിൽ ഏതെങ്കിലും കല്ലറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടെന്നാണോ? ഒരിക്കലും
ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. പിന്നെയോ എൻ്റെ പിതാക്കന്മാർ കടന്നുപോയിരിക്കുന്ന ആ നിത്യമായ സ്വർഗീയ പർദീസയിലേക്ക് എനിക്ക് എത്തിപ്പറ്റണമെന്ന്. ദൈവമക്കളെ, ഇന്ന് മനുഷ്യൻ കല്ലറകൾ തേടി ഓടുന്ന, തീർത്ഥാടന കേന്ദ്രങ്ങൾ തേടി ഓടുന്ന, വിശുദ്ധന്മാരെ തേടി ഓടുന്ന, എവിടെ എൻ്റെ പാപം ഇറക്കി വെക്കണോ, എവിടെ എനിക്ക് സമാധാനം കിട്ടും, എവിടെ എനിക്ക് രോഗശാന്തി കിട്ടും, എവിടെ നിന്ന് എനിക്കൊരു സമാധാന ജീവിതം നയിക്കാൻ കഴിയുമെന്നറിയാതെ അലഞ്ഞുലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പ്രിയപ്പെട്ടവരെ, നാളുകളായി തിരുവചനം കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടോ പിതാക്കന്മാർ കടന്നുപോയ ആ സ്വർഗീയ പർദീസയിലേക്ക് എനിക്ക് എത്തിപ്പറ്റണമെന്ന്? എൻ്റെ ആത്മാവ് നിത്യതയുടെ തീരത്ത് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ വിശ്രമിക്കണമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ അവഗണിച്ച് കളയുന്ന ഈ ലോകത്തിൻ്റെ തിരക്കിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ അവഗണിച്ചു പോകുന്ന ഒന്നാണ് ഒരാത്മാവുണ്ടെന്ന്, ഒരു നിത്യതയുണ്ടെന്ന്, ഒരു മരണമുണ്ടെന്ന്, ഇതെല്ലാം അവസാനിച്ചു പോകുന്നതാണെന്ന്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എനിക്കൊരു മരണമുണ്ട് എന്ന്, ഇവിടെ നിന്നെല്ലാം ഞാൻ മാറ്റപ്പെടുമെന്ന്? ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ ആരോഗ്യം ക്ഷണികമാണ് കേട്ടോ, സൗന്ദര്യം നശ്വരമാണ് കേട്ടോ, സമ്പത്ത് ക്ഷണികമാണ് കേട്ടോ, ബന്ധുബലം നിസാരമാണ് കേട്ടോ. ഇവിടുത്തെ ആശ്രയങ്ങളെല്ലാം അറ്റുപോകുന്ന ഒരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത, ആർക്കും നമ്മെ ഒരു രീതിയിലും സഹായിപ്പാൻ കഴിയാത്ത ആ മരണത്തോടെടുക്കുന്ന അന്ത്യവിനാഴികയിൽ ദൈവത്തിലേ, നീ ഭയത്തോടും നീ നിരാശയോടുമാണോ കടന്നു പോകാൻ പോകുന്നത്? അതോ ഇന്ന് ഹൃദയത്തിൽ പ്രത്യാശയുണ്ടോ? ഇന്ന് നിത്യതയെക്കുറിച്ചുള്ള ആ ധൈര്യവും സമാധാനവും ജീവിതത്തിലുണ്ടോ? ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണക്കിടക്കയിൽ കിട്ടുമ്പോൾ ധൈര്യം കിട്ടും, പ്രത്യാശ കിട്ടും, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടുമെന്ന് നിങ്ങളാരും ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് ശരീരത്തിലിരിക്കുമ്പോൾ, സുബോധമുള്ളപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നിത്യത ഉറപ്പാക്കുവാനുള്ള അവസരങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ ചേർത്തൊരു വാക്കം പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. യൗവനകാലത്ത് ഭാര്യയും ഭർത്താവുമായിട്ട് സ്നേഹമായിട്ട് ഒരു ഹൃദയമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, വാർദ്ധക്യകാലത്ത് ഒരിക്കലും സ്നേഹമായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, സ്നേഹിക്കാനൊരു കാലം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ കുടുംബജീവിതം സ്നേഹത്തിൽ കെട്ടിപ്പടുത്തില്ല എങ്കിൽ, സ്നേഹത്തിൽ ഊട്ടിയുറപ്പിച്ചില്ല എങ്കിൽ, എന്തെല്ലാം ഈ ഭൂമിയിലുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാകുകയില്ല. ദൈവമക്കളെ, വാർദ്ധക്യകാലത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദേഹബലമെല്ലാം ക്ഷയിക്കും കേട്ടോ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രവൃത്തികളുമെല്ലാം നിലയ്ക്കും ദൈവമക്കളെ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അക്രമയുടെ വലയത്തിൽ ദൈവം കൂട്ടി യോജിപ്പിച്ച ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായി, ഒരു മനസ്സായി, ഒരു ആത്മാവിൽ ജീവിക്കാൻ കഴിയണം. ദൈവമക്കളെ, ഇന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പരസ്പരം സ്നേഹമുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കിയേ, ഐക്യമുണ്ടോ? പരസ്പര വിശ്വാസമുണ്ടോ? പരസ്പര ബഹുമാനമുണ്ടോ? ഞാൻ പറയും ദൈവമക്കളെ, ഭാര്യ ഭർത്തൃ കുടുംബജീവിതം, പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതം അതൊരു അടിച്ചമർത്തലിൻ്റെ ജീവിതമല്ല, അതൊരു അധികാരം സ്ഥാപിക്കലിൻ്റെ ജീവിതമല്ല. ദൈവമക്കളെ, പരസ്പരമുള്ള സ്നേഹം, വിനയപ്പെടൽ, പ്രിയപ്പെട്ടവരെ, ബഹുമാനം, കരുതൽ, ഇതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ദൈവമക്കളെ, ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, ഒരു വാക്കിൽ തെറ്റിപ്പോയാൽ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ? എങ്ങനെ സ്വസ്ഥതയായിട്ട് കിടക്കാൻ കഴിയും? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടോ? എൻ്റെ ദൈവത്തിന് ദൈവമക്കളെ, ഇന്ന് അതൊന്നും ആർക്കും ഒരു ചിന്താ വിഷയമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുങ്ങേണ്ട കാലത്ത് ഒരുങ്ങിയില്ലെങ്കിൽ, സ്നേഹിക്കേണ്ട കാലത്ത് സ്നേഹിച്ചില്ലെങ്കിൽ, പാപം വിടേണ്ട കൃപ കിട്ടുമ്പോൾ പാപം വിട്ടില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് മകനെ നിന്നെ നിർബന്ധിക്കുമ്പോൾ നീ ഒരു വിശുദ്ധ ജീവിതത്തിന് നിന്നെ തന്നെ സമർപ്പിച്ചില്ലെങ്കിൽ, നാളെ നീ ദുഃഖിക്കേണ്ടി വരും, നാളെ നീ നിരാശയോടെ കടന്നു പോകേണ്ടി വരും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവലോടെ മനുഷ്യ ജീവിതങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഏത് പാപിക്കും അടുത്തു വരാം, ഏത് കഠോര പാപം ചെയ്തവനും അടുത്തു വരാം. യേശുക്രിസ്തുവിന് സ്നേഹമായി, കഴികളിൻ്റെ തിരക്തമായി അവൻ
അവൻ മാനവജാതിയെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ പാപത്തിൽ നീ മരിക്കണ്ട, അശുദ്ധിയിൽ നീ മരിക്കണ്ട, മദ്യപാനത്തിൽ നീ മരിക്കണ്ട, നിന്റെ കുടുംബം നശിക്കണ്ട. മകനെ, നിനക്ക് സമാധാനം തരാൻ, നിന്റെ പാപം കഴുക. ഞാൻ കുരിശിൽ മരിച്ചിട്ടില്ലയോ? എൻ്റെ രക്തം നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമല്ലയോ? ദൈവത്തിലെ കാൽവറിയിലെ സ്നേഹം നിന്നെ മാടി വിളിക്കുകയാണ്. മകനെ, നിന്റെ പാപമെല്ലാം കുരിശിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ചാൽ അവിടുന്ന് നിന്നെ കഴുകി വിശുദ്ധീകരിച്ച് നിനക്കൊരു വിശുദ്ധ ജീവിതത്തിനുള്ള കൃപയവൻ തരും. ദൈവമക്കളെ, അനേകർ ചിന്തിക്കും ഇതൊക്കെ ഈ ഭൂമിയിൽ സാധ്യമാണോ എന്ന്. ദൈവമക്കളെ, ഈ നിസ്സാരനായ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ മറഞ്ഞു നിന്നുകൊണ്ട് പറയട്ടെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ സ്നേഹിച്ച കാൽവറിയിലെ സ്നേഹം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എനിക്കത് ഊന്നി പറയാൻ കഴിയും. ഈ ലോകത്തിലെ സകല മ്ലേച്ഛതകളിലും ജീവിച്ച എന്നെ വീണ്ടെടുത്ത കാൽവറിയിലെ സ്നേഹം. ദൈവമക്കളെ, നിങ്ങൾ ചോദിക്കും പാപം വിടാൻ പറ്റുമോ എന്ന്. ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്, പാപം മാറുമോ? മദ്യപാനം വിടാൻ പറ്റുമോ? കൂട്ടുകെട്ട് വിടാൻ പറ്റുമോ? അശുദ്ധി വിടാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയട്ടെ, ഇതെല്ലാം വിടാനുള്ള സ്വർഗത്തിൻ്റെ അത്യന്ത ശക്തിയാണ് മാനസാന്തരപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ മൺകൂടാരത്തിലേക്ക് കർത്താവ് പകർന്നു തരുന്നത്. എൻ്റെ ശക്തി ഒന്നുമല്ലെന്ന് എനിക്കറിയാം ദൈവമക്കളെ, എൻ്റെ യോഗ്യതയൊന്നുമല്ല. ഒരു യോഗ്യതയും എനിക്കില്ല ദൈവമക്കളെ, ഒരു യോഗ്യതയുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നത് ഞാൻ ഇന്ന് യേശു ക്രിസ്തുവിനെ അല്പമായി അനുഭവിക്കുന്നുണ്ട് ദൈവമക്കളെ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളെല്ലാം മ്ലേച്ഛത നിറഞ്ഞതാണ്, ആരുടെ മുമ്പിലും തുറന്നു വയ്ക്കാൻ കൊള്ളാവുന്നതല്ല. ദൈവമക്കളെ, ഇന്ന് ഞാൻ പറയും, അതെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് കഴുകി തന്നു എന്ന്, അതെല്ലാം ക്ഷമിച്ചു തന്നു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ സ്നേഹവും ആ ക്ഷമയും, പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ മേലുള്ള ജയവും കർത്താവ് എനിക്ക് ദാനമായി തന്നിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വകയാണോ എന്ന്. നിൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, കർത്താവ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന്. കർത്താവ് നമുക്കൊരു ഭവനം, നിത്യമായൊരു ഭവനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വസിക്കുന്ന ഈ കൂടാരം ഈ ഭൂമിയിലെ വീടിൻ്റെ കാര്യമല്ല, പിന്നെയോ ആത്മാവ് വസിക്കുന്ന ഈ കൂടാരമാകുന്ന ഈ ശരീരം പൊളിഞ്ഞ് ആത്മാവ് കടന്നു പോകുന്നൊരു ദിവസമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയി. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാമെന്ന്. ദൈവമക്കളെ, ആ പ്രത്യാശ നമുക്കുണ്ടോ? അവൻ ഭവനമൊരുക്കി ഒരു നാളും മടങ്ങി വരും, എന്നെയും നിങ്ങളെയും ചേർക്കാൻ, നിത്യതയിൽ നമ്മെ കൂട്ടിച്ചേർക്കുവാൻ. ഒരുപക്ഷെ നാം അന്ന് ഭൂമിയുടെ അടിയിലായിരിക്കാം, പൊടിയായി തീർന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, അല്ല, നാം ശരീരത്തിലായിരിക്കാം. എവിടെയാണെങ്കിലും സഹോദരി സഹോദരന്മാരെ, നാം യേശു ക്രിസ്തുവിനോട് കൂടെയാണെങ്കിൽ അവൻ്റെ വരവിൽ അവൻ ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് പറയുന്നവർക്കുള്ളതാണ്. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നെങ്കിൽ നമുക്കൊരു വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അവൻ്റെ വചനം പ്രമാണിക്കണം, അവൻ്റെ വചനപ്രകാരം ജീവിക്കണം. ദൈവമക്കളെ, അവൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? നാം അവൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയും 2 കൊരിന്ത്യർ 5:1 ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട് എന്ന്. ദൈവമക്കളെ, ആ വാഗ്ദത്ത ദേശം നമുക്ക് മുന്നിൽ കണ്ട്, ആ കർത്താവ് ഒരുക്കുന്ന ആ ശോഭനമായ രാജ്യം നമുക്ക് മുമ്പിൽ കണ്ടുകൊണ്ട് അതിനെ ലാക്കാക്കി വിശുദ്ധിയോടെ സമർപ്പണത്തോടെ യേശുക്രിസ്തുവിനെ നമുക്ക് പിൻപറ്റാം, അവൻ്റെ വചനപ്രകാരം നമുക്ക് ജീവിക്കാം. അതിനായി നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട്.